നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ കേരളത്തിലെ എല്ലാ പാർട്ടിക്കും ഒരുപോലെ ഉണ്ടാകുന്ന ഭയമാണ് ഏതെങ്കിലും തരത്തിലുള്ള ഒരു വീഴ്ച സംഭവിച്ചു കഴിഞ്ഞാൽ അത് ചില വാക്കുകളിലൂടെയായിരിക്കാം, ചില പ്രസ്താവനകളിലൂടെയായിരിക്കാം, എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അത് പാർട്ടിക്ക് വലിയ ക്ഷീണമാകും എന്നുള്ള കാര്യത്തിൽ. അതുകൊണ്ട് തന്നെ തുടക്കത്തിൽ പല മുതിർന്ന നേതാക്കൾക്കും നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ വളരെ സൂക്ഷിച്ചും കണ്ടും സംസാരിക്കണമെന്നുള്ളതാണ്. ഇപ്പോൾ മുതിർന്ന നേതാവ് AK ബാലനോട് തെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ വായ തുറക്കരുതെന്ന് നിർദ്ദേശിക്കണമെന്നും ഇങ്ങനെ വായ തുറന്നാൽ പാർട്ടിക്ക് വോട്ടുകൾ നഷ്ടപ്പെടുമെന്നും CPM ജില്ലാ കമ്മിറ്റിയിൽ അഭിപ്രായമുയർന്നിരിക്കുകയാണ്. UDF അധികാരത്തിൽ വരികയാണെങ്കിൽ ജമായത്തി ഇസ്ലാമിയാകും ആഭ്യന്തര വകുപ്പ് നിയന്ത്രിക്കുകയെന്നും അതോടെ മാറാടുകൾ ആവർത്തിക്കുമെന്നുള്ള ബാലന്റെ പ്രസ്താവന വിവാദമായതോടെയാണ് ജില്ലാ കമ്മിറ്റിയിൽ രൂക്ഷ വിമർശനം ഉയർന്നത്. CPM ജില്ലാ കമ്മിറ്റിയിൽ AK ബാലനെതിരെ രൂക്ഷ വിമർശനം ഉയർന്ന ഘട്ടത്തിൽ പല നേതാക്കളും ഇപ്പോൾ രംഗത്ത് വരുന്നുണ്ട്. AK ബാലന്റെ വിവാദ പ്രസ്താവനയ്ക്കെതിരെ കമ്മിറ്റിയിലും രൂക്ഷ വിമർശനമാണ് ഉയർന്നത്. കഴിഞ്ഞ ദിവസം ജമായത്ത് ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട് ബാലൻ നടത്തിയ പ്രസ്താവനയും ഏറെ വിവാദമായിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെ ഇത് തള്ളിക്കളയുകയുണ്ടായി. ബാലന്റെ പ്രസ്താവന ഒഴിവാക്കണമെന്നായിരുന്നുവെന്നും വാ തുറന്നാൽ പാർട്ടിക്ക് വോട്ട് പോകുമെന്നാണ് കമ്മിറ്റിയിൽ ഉയർന്ന വിമർശനം. പാർട്ടി ചുമതലയില്ലാത്ത ബാലൻ എന്തിനാണ് മാധ്യമങ്ങളെ കാണുന്നതെന്നും അബദ്ധ പ്രസ്താവനകൾ നടത്തി പാർട്ടിയെ പ്രതിസന്ധിയിലാക്കരുതെന്നും ഭൂരിഭാഗം അംഗങ്ങളും വിമർശിച്ചു. തെരഞ്ഞെടുപ്പ് സമയത്ത് ഇത്തരം പ്രസ്താവനകൾ ഒഴിവാക്കണമെന്നും ജില്ലാ കമ്മിറ്റിയിലും ആവശ്യമുയർന്നിട്ടുണ്ട്. മുൻ കേന്ദ്ര കമ്മിറ്റി അംഗം എന്ന് പറഞ്ഞാണ് മാധ്യമങ്ങളെ കാണുന്നത്. അങ്ങനെ ഒരു പദവി പാർട്ടിയിലുണ്ടോ എന്നും ജില്ലാ കമ്മിറ്റിയിൽ ചോദ്യമുയർന്നു. UDF അധികാരത്തിൽ വന്നാൽ സംസ്ഥാനത്തെ ആഭ്യന്തര വകുപ്പ് ജമായത്ത് ഇസ്ലാമി കൈകാര്യം ചെയ്യുമെന്നായിരുന്നു AK ബാലൻ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് പറഞ്ഞത്. അപ്പോൾ പല മാറാടുകളും ആവർത്തിക്കും. ഒന്നാം മാറാട്, രണ്ടാം മാറാട്, തലശ്ശേരി കലാപത്തിന്റെ സമയങ്ങളിൽ അവർ നോക്കി നിന്നു. അവിടെ ജീവൻ കൊടുത്ത് നേരിട്ട പ്രസ്ഥാനമാണ് എന്റേത്. ജമായത്ത് ഇസ്ലാമിയേക്കാൾ വലിയ വർഗീയതയാണ് ലീഗ് എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത്. അതേസമയം KTDC ചെയർമാനായ PK ശശിയെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കണമെന്ന ആവശ്യവും ഉയർന്നിട്ടുണ്ട്. ശശി വർഗവഞ്ചകനാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ശശിയെ പാർട്ടിയിൽ നിന്നും പുറത്താക്കണമെന്നും അംഗങ്ങൾ ആവശ്യപ്പെട്ടു. ശശിക്കൊപ്പം നിന്നിരുന്ന നേതാക്കൾ പോലും അദ്ദേഹത്തിനെതിരെ നിലപാടെടുത്തു. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായിരുന്ന PK ശശിയെ സാമ്പത്തിക ക്രമക്കേടിനെ തുടർന്ന് ബ്രാഞ്ചിലേക്ക് തരം താഴ്ത്തിയിരുന്നു. മാത്രമല്ല തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ശശി അനുകൂലികൾ മത്സരിക്കുകയും വിജയിക്കുകയും ചെയ്തിരുന്നു. ഇത് പാർട്ടിക്ക് പ്രശ്നമായതായും ആരോപണമുയർന്നു. AK ബാലന്റെ വിവാദ പ്രസ്താവനയെ ചൊല്ലി CPMലും ഭിന്നത രൂക്ഷമായിരുന്നു. മുഖ്യമന്ത്രി AK ബാലനെ പൂർണ്ണമായി ന്യായീകരിക്കുമ്പോൾ ബാലൻ പറഞ്ഞത് അസംബന്ധമാണെന്നാണ് MV ഗോവിന്ദൻ പറഞ്ഞത്. തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയിലാണ് MV ഗോവിന്ദൻ നിലപാട് വ്യക്തമാക്കിയത്. അധികാരത്തിൽ വന്നാൽ ആഭ്യന്തര വകുപ്പ് ജമായത്ത് ഇസ്ലാമിക്ക് നൽകേണ്ടി വരുമെന്നും മാറാട് കലാപം ആവർത്തിക്കുമെന്നുള്ള AK ബാലന്റെ പ്രസ്താവനയെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് പിന്തുണച്ചത്. വർഗീയത പറയുന്നവർ ആരായാലും അവരെ എതിർക്കുമെന്നും കേരളത്തിന്റെ പഴയകാല അനുഭവങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ബാലൻ സംസാരിച്ചതെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. കേരളത്തിന്റെ മുൻകാല അനുഭവങ്ങൾ വെച്ച് നോക്കുമ്പോൾ വർഗീയ ധ്രുവീകരണം എങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് വ്യക്തമാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഇന്നത്തെ കേരളമല്ല അന്നുണ്ടായിരുന്നത് എന്ന യാഥാർത്ഥ്യമാണ് ബാലൻ ഓർമ്മിപ്പിച്ചത്. അതുകൂടാതെ സംസ്ഥാന അധ്യക്ഷൻ തോമസ് കെ തോമസ് MLAക്കും മന്ത്രി AK ശശീന്ദ്രനുമെതിരെയും NCP സംസ്ഥാന എക്സിക്യൂട്ടീവിൽ അതിരൂക്ഷ വിമർശനം ഉയർന്നിട്ടുണ്ട്. രണ്ടുപേരും വീണ്ടും സ്വയം സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചത് ഇറങ്ങിയതാണ് അംഗങ്ങളെ ചൊടിപ്പിച്ചത്. തോമസ് ഇപ്പോൾ തന്നെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനം ഒഴിയണമെന്ന ആവശ്യം ഉയർന്നതോടെ കലു റിന്യൂവൽ സെന്ററിൽ നടന്ന യോഗത്തിലും കയ്യാങ്കളിയോളമായി കാര്യങ്ങൾ. NCP കോട്ടയം മുൻ ജില്ലാ പ്രസിഡന്റും സംസ്ഥാന സെക്രട്ടറിയുമായ TV ബേബിയാണ് ഈ ആവശ്യം ഉന്നയിച്ചത്. തോമസിനെതിരെ വിമർശനം കനത്തപ്പോൾ ആലപ്പുഴയിൽ നിന്നുള്ള അദ്ദേഹത്തിന്റെ അനുയായികൾ ബേബിയെ കയ്യേറ്റം ചെയ്യാൻ ഒരുങ്ങി. ഉന്തും തള്ളുമായതോടെ യോഗം അലങ്കോലമായി. മറ്റുള്ളവർ പിടിച്ചു മാറ്റിയത് കൊണ്ട് മാത്രമാണ് കൂട്ടത്തല്ല് ഒഴിവായത്. കഴിഞ്ഞ 10 മാസമായി NCPക്ക് അധ്യക്ഷനില്ലാത്ത അവസ്ഥയായിരുന്നുവെന്നും അംഗങ്ങളിൽ പലരും ചൂണ്ടിക്കാട്ടി. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പാർട്ടി എങ്ങനെയാണ് മത്സരിക്കുന്നതെന്ന് പോലും നേതൃത്വത്തിൽ നിന്ന് അന്വേഷണം ഉണ്ടായില്ലെന്നും ജില്ലാ പ്രസിഡന്റുമാർ പറഞ്ഞു. AK ശശീന്ദ്രനും
തോമസും മത്സരരംഗത്ത് നിന്ന് മാറി പുതിയവർക്കായി അവസരം ഒരുക്കണമെന്ന ആവശ്യവും ഉയർന്നു. കോഴിക്കോട് ജില്ലാ കമ്മിറ്റി AK ശശീന്ദ്രനെതിരെ ശക്തമായ വിമർശനം ഉന്നയിച്ചു. ശശീന്ദ്രൻ മത്സര രംഗത്ത് നിന്ന് മാറണമെന്ന ആവശ്യം മറ്റു ജില്ലാ കമ്മിറ്റികളിൽ നിന്നും ഉയർന്നു. NCPയുടെ സീറ്റുകളുടെ കാര്യത്തിലും CPMൽ നിന്ന് ഉറപ്പ് ലഭിച്ചിട്ടുണ്ടെന്നും ശശീന്ദ്രൻ യോഗത്തിൽ വ്യക്തമാക്കി. തോമസ് മാറി PC ചാക്കോയെ വീണ്ടും സംസ്ഥാന അധ്യക്ഷനാക്കണമെന്ന ആവശ്യവും യോഗത്തിൽ ഉയർന്നു. തോമസിനെ കുട്ടനാട് മത്സരിക്കണമെങ്കിൽ അത് അധ്യക്ഷ സ്ഥാനം രാജിവെച്ചാകണമെന്നും ആവശ്യമുയർന്നു. എന്നാൽ ഉച്ചയ്ക്ക് ശേഷം ചർച്ചകൾ പൂർത്തിയാകുന്നതിന് മുൻപ് തന്നെ ബഹളമായതോടെ യോഗം അവസാനിപ്പിക്കേണ്ടി വന്നു. ആരൊക്കെ പിന്നിൽ കളിച്ചാലും തന്നെ അധ്യക്ഷ പദവിയിൽ നിന്ന് മാറ്റാൻ സാധിക്കില്ലെന്ന് തോമസ് ഉറപ്പിച്ചു പറഞ്ഞതും ബഹളത്തിനിടയാക്കി. ഇതോടെ യോഗ ഹാളിൽ നിന്ന് നേതാക്കൾ പുറത്തേക്ക് ഇറങ്ങി. താനും AK ശശീന്ദ്രന് മത്സരിക്കുന്ന കാര്യം പിന്നീട് തോമസ് മാധ്യമങ്ങൾക്ക് മുന്നിലും വ്യക്തമാക്കി. തിരുവനന്തപുരം കോർപ്പറേഷനിലെ CPM തോൽവിയിൽ ആര്യ രാജേന്ദ്രനെതിരെ വിമർശനം തുടർന്നു. കോർപ്പറേഷനിലെ തോൽവിയുമായി ബന്ധപ്പെട്ട് CPM ജില്ലാ കമ്മിറ്റി യോഗത്തിൽ മുൻ മേയർക്കെതിരെ രൂക്ഷ വിമർശനമാണ് ഉയർന്നത്. തോൽവിക്ക് പ്രധാന കാരണം മേയറായിരുന്ന ആര്യ രാജേന്ദ്രന്റെ ഇടപെടലാണെന്നാണ് ഉയർന്ന വിമർശനം. തോൽവിക്കിടയാക്കിയത് ആര്യ രാജേന്ദ്രൻ മേയർ സ്ഥാനത്തിരുന്ന് നടത്തിയ ഇടപെടലുകളാണെന്നും പാർട്ടിക്ക് അനുകൂലമായ നിലപാടുകളല്ല ആര്യ സ്വീകരിച്ചതെന്നും യോഗത്തിൽ വിമർശനമുയർന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പ് അവലോകനത്തിന്റെ റിപ്പോർട്ടിങ്ങിനാണ് ജില്ലാ കമ്മിറ്റി യോഗം വിളിച്ചത്. CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പങ്കെടുത്ത യോഗത്തിൽ ആര്യ രാജേന്ദ്രൻ പങ്കെടുത്തിരുന്നില്ല. ആര്യയുടെ അഭാവത്തിലാണ് മുൻ കോർപ്പറേഷൻ ഭരണത്തിന്റെ പേരിൽ വിമർശനങ്ങൾ ഉയർന്നത്. ഭരണത്തെ നിയന്ത്രിക്കാൻ കഴിയാത്തത് പാർട്ടി നേതൃത്വത്തിന്റെ പിടിപ്പുകേടാണെന്നും വിമർശനമുയർന്നു. കോർപ്പറേഷനിലെ തോൽവിക്ക് പ്രധാന കാരണം തെറ്റായ സ്ഥാനാർത്ഥി നിർണയമാണ്. പോളിംഗ് ബൂത്തുകളിലേക്ക് വോട്ടർമാരെ എത്തിക്കുന്നതിൽ വൻ പരാജയം നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായെന്നും ജില്ലാ കമ്മിറ്റിയിൽ അഭിപ്രായമുയർന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി നേരിട്ടിട്ടില്ലെന്നായിരുന്നു CPM വാദം. 2010 കണക്കുകളടക്കം നിരത്തിക്കൊണ്ടായിരുന്നു സംസ്ഥാന സെക്രട്ടറി അടക്കം തദ്ദേശ തെരഞ്ഞെടുപ്പ് തോൽവിയെ പ്രതിരോധിച്ചത്. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണ വേളയിൽ ആര്യ രാജേന്ദ്രൻ സജീവമായിരുന്നില്ല. ആര്യയെ മുൻനിർത്തി മത്സര രംഗത്തിനിറങ്ങിയാൽ പാർട്ടിക്ക് തിരിച്ചടിയാകുമെന്ന വിലയിരുത്തലും പാർട്ടിക്കുള്ളിലുണ്ടായിരുന്നു. ഇപ്പോൾ ജില്ലാ കമ്മിറ്റിയിലും ആര്യക്കെതിരെ വിമർശനം ഉയർന്നിരിക്കുകയാണ്. കഴിഞ്ഞ ജില്ലാ കമ്മിറ്റി യോഗത്തിലും ആര്യക്കെതിരെ വിമർശനം ഉയർന്നിരുന്നു. ആര്യയുടെ പല പ്രവർത്തനങ്ങളും ജനങ്ങളെ കോർപ്പറേഷനെ എതിരാക്കിയെന്നും അതുപോലെ തന്നെ കോർപ്പറേഷൻ ഭരണം ഇടതുപക്ഷത്തിന് നഷ്ടമാകാൻ ഒരു കാരണം ഭരണസമിതിയുടെ തെറ്റായ ഭരണമാണെന്നായിരുന്നു ഉയർന്ന വിമർശനം. ഏത് പ്രതിസന്ധിയിലും ഇടതുപക്ഷത്തിനൊപ്പം നിന്നിരുന്ന തിരുവനന്തപുരം കോർപ്പറേഷൻ 45 വർഷത്തിന് ശേഷമാണ് LDFന്റെ കയ്യിൽ നിന്നും നഷ്ടമായത്. ഇവിടെ BJP അധികാരം പിടിക്കുകയായിരുന്നു. ശബരിമല വിവാദവും ഇടതുമുന്നണിക്കേറ്റ തിരിച്ചടിക്ക് കാരണമായെന്നും ഗോവിന്ദൻ പങ്കെടുത്ത ജില്ലാ കമ്മിറ്റി യോഗത്തിൽ വിമർശനമുയർന്നു. നേരത്തെ തിരുവനന്തപുരം കോർപ്പറേഷൻ കൈവിട്ടു പോയതിനും ആര്യ രാജേന്ദ്രനെതിരെ വ്യാപക വിമർശനം ഉയരുമ്പോഴും ഒന്നും തന്നെ ബാധിക്കില്ലെന്നും 1 ഇഞ്ച് പോലും പുറകേട്ടില്ലെന്ന സമീപനമായിരുന്നു ആര്യയ്ക്ക്. നോട്ട് ആൻ ഇഞ്ച് ബാക്ക് എന്നെഴുതിയ ആര്യ രാജേന്ദ്രന്റെ വാട്സപ്പ് സ്റ്റാറ്റസാണ് ഇപ്പോൾ ചർച്ചയായിരിക്കുന്നത്. തിരുവനന്തപുരം കോർപ്പറേഷനിലെ തോൽവിക്ക് പിന്നാലെ ഇടത് അണികളിൽ നിന്ന് തന്നെ ആര്യയ്ക്കെതിരെ വലിയ വിമർശനമാണ് ഉണ്ടായത്. ആര്യയ്ക്ക് നന്ദി പറഞ്ഞ് BJP പ്രവർത്തകരും പോസ്റ്റുമായി എത്തിയിരുന്നു. പ്രത്യക്ഷത്തിൽ ഒന്നും പറയുന്നില്ലെങ്കിലും പരോക്ഷമായി ഇതിനെതിരെയാണ് ആര്യയുടെ മറുപടി. തിരുവനന്തപുരം നഗരസഭയിൽ LDFന്റെ കനത്ത പരാജയത്തിന് പിന്നാലെ മേയർ ആര്യ രാജേന്ദ്രനെ ലക്ഷ്യമിട്ട് കൗൺസിലർ ഗായത്രി ബാബു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു. ആര്യയുടെ പേര് പരാമർശിക്കാതെയാണ് കൗൺസിൽ അംഗമായ ഗായത്രി ബാബുവും FBയിൽ കുറിപ്പിട്ടത്. ഏതായാലും ആര്യയ്ക്കെതിരെയും തിരുവനന്തപുരം കോർപ്പറേഷനിൽ സംഭവിച്ചിട്ടുള്ള കനത്ത തോൽവിക്ക് വിമർശനം ഉന്നയിച്ചുകൊണ്ട് പാർട്ടി നേതൃത്വത്തിലെ തന്നെ മുതിർന്ന സഖാക്കളും രംഗത്ത് വരുന്നുണ്ട്.